ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നതേ ഞാനൊരു ചിക്കൻ ലോഡഡിൻ്റെ വീഡിയോ ഷോർട്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ ഒരു ബൗളിലേക്ക് കുറച്ച് പാലെടുക്കുന്നുണ്ട്. ആ പാലിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ജീരകപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് കളറും കൂടിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഒരു സ്പൂൺ വിനെഗറും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് ചിക്കൻ ഇതുപോലെ നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്തിരിക്കുന്നത്. ആ കട്ട് ചെയ്ത ചിക്കനെ നമുക്കിതിലേക്ക് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പം ഞാൻ ചിക്കൻ ഫുൾ ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് ഒരു 30 മിനിറ്റ്സ് അതിനെ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ ടൈമിൽ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ക്രീം റെഡിയാക്കാം. ഞാൻ ഒരു പാൻ ചൂടായിട്ട് വരുമ്പം കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 ക്യൂബ് ബട്ടറാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് മെൽട്ടായതിന് ശേഷം അതിലേക്ക് നമുക്കൊരു 2 സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. ആ മൈദ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ആ പാലിൽ ഈ മൈദ കട്ട കെട്ടാതെ നന്നായിട്ട് സ്പാച്ചില കൊണ്ട് നമ്മൾ ഇളക്കിയെടുക്കണം. ഓക്കെ, ഈ ഒരു ടെക്സ്ചറിൽ വരണം. അപ്പോൾ അതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കട്ട കെട്ടാണ്ട് വേണം കേട്ടോ ഇതിനെ നമ്മൾ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി ഞാൻ കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചീസും ഇതിലൊന്ന് മെൽട്ടായി വരുമ്പോൾ കുറച്ച് മൊസറല്ല ചീസും കൂടിയിട്ട് വീണ്ടും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇതിൽ ചീസിൻ്റെ ഫ്ലേവർ വൈറ്റ് അല്ലേ, അപ്പോൾ വൈറ്റ് സോസ് ആയതുകൊണ്ട് നന്നായിട്ട് ചീസിൻ്റെ ഫ്ലേവർ വന്നാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അതുകൊണ്ട് ഞാൻ കുറച്ച് മൊസറല്ല ചീസും കൂടിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇതൊന്ന് മെൽറ്റ് ആവാനായിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഒറിഗാനോ പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമുക്കിതിനെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇളക്കി നന്നായിട്ട് കുറുക്കിയെടുക്കണം കേട്ടോ. ഇതേപോലെ വെള്ളമല്ല, നന്നായിട്ട് കുറുകി വരണം. കുറുകി വന്ന് കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു 3 സ്പൂൺ കുക്കിംഗ് ക്രീം ഒഴിക്കാം. ഈ കുക്കിംഗ് ക്രീം ഏറ്റവും ടേസ്റ്റുള്ള ഒരു പാർട്ടാണ്. സോ കുക്കിംഗ് ക്രീം മിസ്സാവാണ്ട് ഇതിലേക്ക് ഒഴിക്കുക. അത് കഴിയുമ്പോൾ ഇങ്ങനെ ഇത് തിളച്ച് വരും. അപ്പം നമുക്ക് അതിനെ അവിടെ റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കനെ നമുക്ക് എടുത്ത് ആദ്യം നമ്മൾ മൈദപ്പൊടിയിൽ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം നമുക്കിതിനെ നോർമൽ വാട്ടറിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യണം. ഡിപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും എഗെയിൻ നമുക്ക് ഈ മൈദപ്പൊടിയിൽ ഒന്നും കൂടി മുക്കിയെടുക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ മൈദപ്പൊടിയിൽ മുക്കിയിട്ട് നോർമൽ വാട്ടറിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഒന്നും കൂടിയിട്ട് നമുക്കിതിനെ മൈദയിൽ തന്നെ മുക്കി ഇതേപോലെ എടുക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരുവിധം നന്നായിട്ട് തന്നെ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ തിരിച്ചും മറിച്ചും 2 സൈഡും ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. ചിക്കൻ ഓൾമോസ്റ്റ് നമുക്ക് റെഡി ആയിട്ട് നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിനെ പീസസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ചിക്കൻ വറുത്ത ആ ഒരു എണ്ണയിൽ തന്നെയാണ് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടിയിട്ട് വറുത്തെടുക്കുന്നുണ്ട്. ഇത് ആക്ച്വലി നമ്മൾ പാക്കറ്റിൽ മേടിച്ച ഫ്രഞ്ച് ഫ്രൈസ് ആയിരുന്നു കേട്ടോ. അപ്പം അതും നമ്മൾ വറുത്ത് വെച്ചു. ക്രീം നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം നമുക്കിതിനൊന്ന് ഇനി സെറ്റ് ചെയ്തെടുക്കാം. ഒരു ട്രേയിലേക്ക് ഞാൻ ആദ്യം കുറച്ച് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രഞ്ച് ഫ്രൈസിനെ ആദ്യം ഒന്ന് ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ആദ്യം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ചീസി വൈറ്റ് സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ മേലെയായിട്ട് നമ്മൾ കുറച്ച് മയോണൈസ് നമ്മൾ ഹോം മെയ്ഡിൽ തന്നെ ഉണ്ടാക്കിയതും ഉണ്ട്. പാക്കറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തത്. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയത് തന്നെയാണ്. ഇപ്പം ഞാൻ ഈ ഒഴിക്കുന്നത് നമ്മൾ പാക്കറ്റിലാണ് കേട്ടോ. അതിനുശേഷം കുറച്ച് പച്ചക്കറികൾ, അതായത് സവോള, ക്യാപ്സിക്കം ഇതും കൂടിയിട്ട് ഞാൻ ഒഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കെച്ചപ്പ് അതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തു. വീണ്ടും നമുക്ക് ഇതിനെ ഒരു ലെയറും കൂടി
ഇട്ട് കൊടുക്കാം മുകളിലേക്ക്. സെയിം ഇതേപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസും പീസസ് ആയിട്ടുള്ള ചിക്കനും പിന്നെ നമ്മുടെ ക്യാപ്സിക്കവും നമ്മുടെ ഒനിയനും ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് കുറച്ച് ഇതേപോലെ തന്നെ സോസസും മയോണൈസും കൂടി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ലോഡഡ് റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു സിമ്പിൾ റെസിപ്പിയാണ്, പക്ഷേ ടേസ്റ്റ് വൈസ് അമേസിങ് ആണ് കേട്ടോ. അപ്പം കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇപ്പം വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും, ഇപ്പോൾ എല്ലാവരും തന്നെ വെറൈറ്റി ഫുഡ്സൊക്കെ ഒരുപാട് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള എക്സ്പെരിമെൻ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനലും കൂടിയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ വെറൈറ്റി ആയിട്ട് കുക്ക് ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളിപ്പോൾ പുറത്ത് പോയിട്ട് തന്നെ കഴിച്ചെങ്കിൽ മാത്രമേ ആ ടേസ്റ്റ് കിട്ടുമെന്നൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എക്സാക്റ്റ് ടേസ്റ്റിൽ നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ടാറ്റാ.